ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇപ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തായിരുന്നു, ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം മനുഷ്യനെക്കുറിച്ച് എന്താണ്, ദൈവത്തിൻ്റെ സ്വപ്നം എന്താണ്, ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സംസാരിക്കാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. അതിന് ആധാരമായി സ്തോത്രം റോമൻസ് 8:29-30 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. റോമൻസ് 8:29-30. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇതിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അതിൻ്റെ ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഇതിൽ പറയുന്നത് സ്തോത്രം, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇവിടെ പുത്രൻ ഇവിടെ പറയുന്നത് ആദ്യജാതൻ എന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ മറ്റുള്ളിടത്തെല്ലാം കാണുന്നത് നമ്മൾ സ്തോത്രം യേശു കർത്താവിനെ ഏകജാതൻ എന്നാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? അതായത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ എന്താണ് കാണുന്നത്? തൻ്റെ ഏകജാതനായ പുത്രൻ, അതായത് യേശു കർത്താവ്. സ്തോത്രം. എന്നാൽ നമ്മൾ ഇവിടെ എന്താണ് വായിച്ചത്? ഹല്ലേലൂയ, റോമർ 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പോൾ ഏകജാതനെ, ആ യേശു കർത്താവിനെ ഇവിടെ ആദ്യജാതൻ എന്ന് പറയാൻ കാരണം എന്താണ്? സ്തോത്രം. എന്തുകൊണ്ടാണ് ഏകജാതനെ ആദ്യജാതനാക്കി മാറ്റിയത്? സ്തോത്രം. അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് ഹല്ലേലൂയ ഒരു ഉദാഹരണം ഹല്ലേലൂയ ഞാൻ പറയുകയാണെങ്കിൽ, സ്തോത്രം, നിങ്ങൾക്ക് 2 പുത്രന്മാരുണ്ടെന്നിരിക്കട്ടെ. സ്തോത്രം. ആദ്യത്തെ പുത്രൻ ജനിച്ചതിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പുത്രൻ ജനിക്കുന്നതെന്ന് വിചാരിക്കുക. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ പുത്രൻ ജനിക്കുന്നത് വരെ സ്തോത്രം ആദ്യത്തെ മകൻ ആരായിരുന്നു? ഏകജാതനാണ്. അപ്പോൾ മറ്റ് മക്കൾ ആരുമില്ല, ഏകജാതനാണ് ആദ്യത്തെ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ മകൻ ജനിച്ച മാത്രയിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. അതുവരെ ഏകജാതനായിരുന്ന ആദ്യപുത്രൻ ഹല്ലേലൂയ, സ്തോത്രം, എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, രണ്ടാമത്തെ മകൻ ജനിക്കുന്നതോടുകൂടി അവനെ ആദ്യജാതനാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏകജാതൻ ആദ്യജാതനായി മാറുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ തന്നെ യേശു കർത്താവാകുന്ന ഏകജാതനെ ഹല്ലേലൂയ നാം ആകുന്ന ഹല്ലേലൂയ അനേക പുത്രന്മാർ ജനിച്ചപ്പോൾ ഹല്ലേലൂയ എന്ത് സംഭവിച്ചു? ഏകജാതനായ പുത്രൻ ഹല്ലേലൂയ ആദ്യജാതനായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശമാണത്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ സ്തോത്രം ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാനാണ് മുൻ നിയമിച്ചിരിക്കുന്നത്. സ്തോത്രം. അതായത് യേശു കർത്താവിനെ പോലെ തന്നെ നാം ആയിത്തീരുവാനാണ് ദൈവത്തിൻ്റെ ഡ്രീം, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പ്ലാൻ എന്നറിയുന്നു. സ്തോത്രം. അതിനുവേണ്ടി ഹല്ലേലൂയ, സ്തോത്രം. ഇതിൻ്റെ 2-ാം പാർട്ടിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ 30-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം 5 പ്രോസസ്സെന്ന് നമുക്ക് പറയാൻ കഴിയും. സ്തോത്രം. അതായത് നമ്മൾ നേരത്തെ വായിച്ച് അവൻ മുന്നറിഞ്ഞവരെ, അല്ലെ, ദാറ്റ് മീൻസ് ഹീ ഫോർന്യൂ ആസ്, മുന്നറിഞ്ഞു. ആ മുന്നറിഞ്ഞവരെ എന്ത് ചെയ്തു? മുൻ നിർണയിച്ചു, പ്രീ ഡിസ്റ്റൈൻഡ്. അപ്പോൾ മുൻ നിർണയിച്ചു, മുൻ നിയമിച്ചു. ഹല്ലേലൂയ. ആ മുൻ നിയമിച്ചവരെ എന്ത് ചെയ്തു?
ഹല്ലേലൂയ അവൻ വിളിച്ചു. ഹീ കോൾഡ് അസ്. ഹല്ലേലൂയ സ്തോത്രം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഹീ കോൾഡ് അസ്. വിളിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചവരെ നീതീകരിച്ചു. ഹീ ജസ്റ്റിഫൈഡ് അസ്. ഹല്ലേലൂയ സ്തോത്രം. അതായത് ലാസ്റ്റിൽ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ ഈ ജസ്റ്റിഫൈ ചെയ്തവരെ ഹല്ലേലൂയ ദൈവം തേജസ്കരിച്ചു. ഹീ ഗ്ലോറിഫൈഡ് ഹാസ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹല്ലേലൂയ 5 പ്രോസസ്സ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതായത് ഹല്ലേലൂയ സ്തോത്രം, അവൻ മുൻ നിർണയിച്ചു. അതായത് ഹീ ഫോർന്യൂ അസ്. ദെൻ അവൻ മുൻ നിയമിച്ചു. ഹീ പ്രീഡിസ്റ്റൈൻഡ്. അവൻ നമ്മളെ വിളിച്ചു. ഹീ കോൾഡ് അസ്. ദെൻ ദൈവം നമ്മളെ നീതീകരിച്ചു. ഹീ ജസ്റ്റിഫൈഡ് അസ്. അവസാനമായിട്ട് ഹല്ലേലൂയ ഹീ ഗ്ലോറിഫൈഡ് അസ്. നമ്മളെ ഹല്ലേലൂയ സ്തോത്രം തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നാണ്. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ നോട്ടത്തിൽ, ദൈവത്തിൻ്റെ ഏക വീക്ഷണത്തിൽ ഇതെല്ലാം നമ്മളെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ ഈ ആദ്യത്തെ 4 പ്രോസസ്സും കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ സ്തോത്രം അവസാനത്തെ പ്രോസസ്സായ തേജസ്കരണത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഇൻ ദി പ്രോസസ് ഓഫ് ഹല്ലേലൂയ സ്തോത്രം ഗ്ലോറിഫിക്കേഷൻ. നമ്മൾ പൂർണ്ണമായിട്ട് തേജസ്കരിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഹല്ലേലൂയ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെയും നടന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ വരവിൽ, രണ്ടാം വരവിൽ ഹല്ലേലൂയ സ്തോത്രം നാം എടുക്കപ്പെടുന്നത് തേജസ്കരിച്ച ശരീരവുമായിട്ടാണ്. അപ്പോഴാണ് തേജസ്കരണത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി വരുന്നത്. ആ തേജസ്കരിച്ചാൽ മാത്രമേ കർത്താവിനോടുകൂടി, തേജസ്സിൻ്റെ കർത്താവായ യേശു കർത്താവിനോടുകൂടി ഹല്ലേലൂയ സ്വർഗത്തിൽ നമുക്ക് യുഗയുഗാന്തരങ്ങൾ വാഴുവാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ തേജസ്കരണത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ഈ തേജസ്കരണത്തിലേക്കാണ് ദൈവം നമ്മളെ മുൻ കണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ എബ്രായർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. തേജസ്സിലേക്ക് നമ്മുടെ കർത്താവ് നമ്മളെ വഴി നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അനേക പുത്രന്മാരായി നമ്മളെ തേജസ്സിലേക്ക് വഴി നടത്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. എങ്കിൽ ഹല്ലേലൂയ നമ്മൾ തേജസ് പ്രാപിച്ച്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഹല്ലേലൂയ തേജസ്സാകുന്ന കർത്താവിനോട് കൂടി യുഗയുഗാന്തരങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ, ഹല്ലേലൂയ ചേർന്ന് വാഴുവാൻ ദൈവം നമ്മളെ ഹല്ലേലൂയ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ അവൻ്റെ ഉദ്ദേശങ്ങളിലേക്ക് ഹല്ലേലൂയ നമ്മൾ നടത്തപ്പെടുവാനായി, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നവരായി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നുവല്ലോ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആകയാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ശക്തി പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുയേശുവിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് മനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിച്ച് അവൻ്റെ വരവിനായി നോക്കി കാത്തിരുന്ന് ഒരുങ്ങി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ 5 കന്യകമാരെ പോലെ ഹല്ലേലൂയ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ഹല്ലേലൂയ അവൻ്റെ വരവിനായി നമ്മൾക്ക് ഹല്ലാക്കോടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കാത്തിരിക്കാം. കർത്താവിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മളെ എല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.